110% ആത്മവിശ്വാസം കൊണ്ടായിരുന്നു രാഹുൽ സഭയിലെത്തിയതും തിരിച്ചുപോയതും മാധ്യമങ്ങളെ കണ്ടതും. സഭയിലെത്തിയ രാഹുൽ ഒരു കുറിപ്പെഴുതി സഭ അധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. കുറിപ്പിന്റെ വിവരങ്ങൾ ലഭ്യമല്ല. തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് മാങ്കൂട്ടം ഇറങ്ങിയത്. പക്ഷേ നാറിയവനെ പേറി നാറിക്കൊണ്ടിരിക്കുന്ന LDFന്റെ SFക്കാർ മാങ്കൂട്ടത്തെ തടഞ്ഞു. കാറിന് മുന്നിൽ വട്ടം വളഞ്ഞിരുന്നാണ് പ്രതിഷേധിച്ചത്. MLA ഹോസ്റ്റലിന് സമീപത്തായിരുന്നു പ്രതിഷേധം നടത്തിയത്. പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റി. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് രാഹുൽ എത്തിയത്. ഒരു കാലത്തും നേതൃത്വത്തെ ധിക്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലിരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ കാണാൻ ശ്രമിച്ചില്ല എന്നും വ്യക്തമാക്കി. നിയമസഭാ കവാടത്തിന് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ഏതെങ്കിലും നേതാക്കൾ രാഹുൽ നിയമസഭയിലേക്ക് വരരുത് എന്ന് പറഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ഉയർന്നു വന്ന ആരോപണങ്ങളെ കുറിച്ചും രാഹുൽ പ്രതികരിച്ചില്ല. വാർത്തകൾ കൊടുക്കുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ പരിസരം കൂടി വേണം. ഒരു കാലത്തും വ്യക്തിപരമായ അനുകൂലമോ പ്രതികൂലമായുള്ള പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ ധിക്കരിച്ചിട്ടുള്ള ആളല്ല ഞാനെന്നും പറഞ്ഞു. പരിപൂർണമായ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളാണ്. സസ്പെൻഷനിലാണെങ്കിൽ പോലും അങ്ങനെയാണ്. ഒരു നേതാവിനെയും കാണാൻ താൻ ശ്രമിച്ചിട്ടില്ല. സസ്പെൻഷൻ കാലയളവിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നും രാഹുൽ പറയുകയാണ്. ആരോപണത്തിൽ തനിക്ക് പറയാനുള്ളതൊക്കെ താൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരോപണങ്ങളിൽ മുങ്ങി നടക്കുന്നു എന്ന വാർത്തകൾ തെറ്റാണെന്നും ഒരു അന്വേഷണം നടക്കുകയാണെന്നും അതിന്റെ സാങ്കേതികതയിലേക്ക് കടക്കുന്നില്ല എന്നും രാഹുൽ പറഞ്ഞു. ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം ചെയ്ത് 18ാം വയസ്സിൽ ജയിലിൽ പോയിട്ടുണ്ടെന്നും എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊന്നു തിന്നാൻ നിൽക്കുന്ന സർക്കാരും പോലീസുമാണ് ഈ കേസ് അന്വേഷിക്കുന്നതും എന്നും മാങ്കൂട്ടം അടിവരയിടുകയാണ്. അവർക്ക് വിശ്വാസമുള്ള ആളുകളാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അതുകൊണ്ട് യാതൊരു ആനുകൂല്യവും കിട്ടില്ല എന്ന് ഉറപ്പിക്കാം. അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുമാണ് രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. മാങ്കൂട്ടം സഭയിലെത്തിയതോടെ വാർത്താ മാധ്യമങ്ങളിൽ ഈ വിഷയം കത്തിക്കയറുകയാണ്. മാങ്കൂട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. രാഹുലിനെ പോവാൻ അനുവദിക്കില്ലെന്നാണ് പറയുന്നത്. ഒന്നുമില്ല, ഒരു വിഷയമില്ല. എനിക്ക് വിഷയങ്ങളൊന്നും നമ്മളിപ്പോ എല്ലാം ക്ലിയർ ചെയ്ത് റോഡ് ക്ലിയർ. വണ്ടി എടുത്തു. കണക്റ്റാണ്. നോക്ക് രാഹുലെ പ്രതിഷേധങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ വെച്ച് നിയമസഭ വണ്ടിയാണ്. ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങളുടെ ബാക്കിൽ ആ ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസില്ല, പുള്ളി ഉണ്ടായിരുന്നല്ലോ. പുള്ളി ഇപ്പൊ എവിടെയാണ്? പുള്ളി കാണിക്ക്. പുള്ളി എവിടെയാണ്? ഇത്രയും നേരം നിങ്ങളോടൊപ്പം ആ ജില്ലാ പ്രസിഡന്റ് അതിനകത്തുണ്ടല്ലോ. ആ ജില്ലാ പ്രസിഡന്റ് എവിടെ? പുള്ളി കാണിക്ക്. ഞങ്ങളുടെ പ്രതിഷേധം കാണിച്ചത് ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് കാണിച്ചതാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതിനപ്പുറം ആക്രമിക്കാനോ ഒന്നും വന്നതല്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനപ്പുറം ചെയ്യാം. ഞങ്ങൾ ആക്രമിക്കാനൊന്നും വന്നതല്ല. ഞങ്ങളിവിടെ ഉണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ.